ആലപ്പുഴയിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേർന്നു. ശ്യാംകുമാർ, എന്താണ് ആലപ്പുഴയുടെ കാഴ്ച? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ ഞെട്ടിച്ചതാരാണ്? ഞെട്ടിച്ചത് അത് BJP തന്നെയായിരുന്നു. BJPയുടെ ഞെട്ടിക്കൽ തുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അല്ല. അത് യഥാർത്ഥത്തിൽ കണക്ക് നോക്കിയാൽ 2020 തന്നെ ആ ഞെട്ടിക്കൽ പല സ്ഥലങ്ങളിലും തുടങ്ങിയതാണ്. എന്താണ് ഇക്കുറിയുള്ള ഒരു പൊതു കാഴ്ച ആലപ്പുഴയിൽ, ശ്യാം? ഹാഷ്മി, എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള ജില്ലയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴ. അത് ഇത്തവണയും പതിവിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് മുന്നണികൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് അടക്കം 91 തദ്ദേശ സ്ഥാപനങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ ജനവിധി തേടുന്നത്. സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഷയങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളൊന്നും ആയിരിക്കില്ല ഇവിടെ പലപ്പോഴും ചർച്ചയാകുന്നതും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നതും. പലപ്പോഴും ആലപ്പുഴ ജില്ലയിൽ അത് അനുഭവപ്പെടുന്നതുമാണ്. ഏകദേശം ഇത്തവണ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും CPIയും CPMും തമ്മിലുള്ള ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ഇന്നലെ CPMന്റെ പദയാത്രകൾ നടക്കുന്ന ചില സ്ഥലങ്ങളിൽ CPI നേതാക്കൾ ഉദ്ഘാടകരായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വിട്ടുനിന്നിരുന്നു. അത്തരത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ പോലും സീറ്റ് വിഭജനം പൂർത്തിയാകാത്തത് ചില തർക്കങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം വളരെ വേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും താഴെത്തട്ടിൽ അനൌദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ആലപ്പുഴ നഗരസഭയാണ്. ആലപ്പുഴ നഗരസഭയിൽ ഇത്തവണ ചെയർമാൻ സ്ഥാനം പൊതുവിഭാഗത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായി രണ്ടാം തവണയും അത് വനിതാ വിഭാഗത്തിലേക്ക് പോയിരിക്കുന്നു. അത് വലിയ ആളുകൾക്ക്, വലിയ സീറ്റ് മോഹികൾക്കൊക്കെ തിരിച്ചടിയായിരിക്കുന്നു. അങ്ങനെ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും കടന്നു വന്നത് അതൊരു തിരിച്ചടിയായിട്ടുണ്ട്. പൂർണ്ണമായും ഇതുവരെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ LDFനോ UDFനോ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് തർക്കങ്ങളിൽ തട്ടി തുടരുകയാണ്. പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം അത് സീറ്റ് വിഭജനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെയാണ് CPI പല സ്ഥലങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. UDFിലാണെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന, നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ BJPയാണ്. പുതുമുഖ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി BJPയുടെ പ്രവർത്തനം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് രാവിലെ LDFന്റെ സംസ്ഥാന കൺവീനർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഈ വിഷയങ്ങളിൽ ഒരു വ്യക്തത വരും. 91 ഇടങ്ങളിലും പോരാട്ടം കനക്കും. കഴിഞ്ഞിടങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുണ്ടായ ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. അതെല്ലാം സർക്കാരിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരുമോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെയെങ്കിൽ ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഗരസഭകളിലുമൊക്കെ വലിയ രീതിയിൽ CPI തർക്കം അവരുടെ അധികാരം നിലനിർത്തുന്നതിനെയോ തുടർച്ചയായോ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏകദേശ ചിത്രം തീരദേശ ജില്ലയിൽ തെളിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.